ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ഇവിടെ എന്താ എന്റെ കല്യാണ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നു തോളിലൊക്കെ കൈ വെച്ചിട്ട്. ഗായ്സ്, അപ്പൊ ഞങ്ങള് മൂന്നുപേരും കൂടെ ഇന്നൊരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടാണ്. ഇവളുമാരെയൊന്നും ഇപ്പൊ കിട്ടി. ഞാൻ കമ്മലും മാലൊന്നും ഞാൻ ഇന്നലെ എനിക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കേണ്ടത് കാരണം കമ്മലും ഇതൊക്കെ ഊരി വെച്ചിട്ട് വേറെ കമ്മലിട്ടുണ്ടായത്, അത് കാരണം ഇട്ടിട്ടില്ല. അപ്പൊ ഞങ്ങൾ ഇന്ന് മൂന്നുപേരും കൂടെ ഒരു വ്ളോഗ് ഒരു വ്ളോഗ് എടുക്കാനുള്ള പ്ലാനിലാണ്. വേറെ ഒന്നുമല്ല, ഞാൻ ഞങ്ങളുടെ മുറ്റം റെഡിയാക്കിയതിന് ശേഷമാണ് ഞാൻ ചെടി പരിപാടിയിലേക്ക് ഇറങ്ങുന്നത് അല്ലേ അവി? അതിന് മുന്നേ ഞാൻ ചെടിയുടെ കാര്യത്തിലൊന്നും എനിക്ക് വലിയ താല്പര്യമില്ലായ്മയല്ല, എനിക്കെന്തോ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്റർലോക്ക് വെച്ചപ്പോൾ എനിക്ക് ചെടി വെക്കണം, ഒക്കെ സെറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ഇന്നത്തെ ഒരു വ്ളോഗ് കണ്ടിട്ട് എൻ്റെ ചെടിയെല്ലാം കാണിച്ച് എൻ്റെ ചെടിയെല്ലാം സെറ്റ് ചെയ്യുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ്. എനിക്കിപ്പോൾ ഡെയിലി ചെടിയുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു അല്ലേ? മിക്ക ദിവസവും ഈവനിങ് കുറച്ച് സമയമെങ്കിലും ഞാൻ ചെടിയുടെ കൂടെ ഇരുന്ന് ചെടിയിൽ എന്തെങ്കിലും ചെയ്യാനുള്ളതിരുന്നു. ഗൈസ്, ഇത് കണ്ടത് കാവ്യ അബദ്ധവശാൽ വെട്ടിയതാണ്. അങ്ങനെ കാവ്യക്ക് വന്നതാണ്. ഇത് കണ്ട പൂച്ചപ്പൂട. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അല്ലേ? പൊന്നൊക്കെ ഇപ്പോൾ ഫുള്ള് ബിസിയാണ്. സ്കൂളൊക്കെ ആയിട്ട് ട്യൂഷൻ സെന്റർ ആയിട്ട് ആകെ ഫുള്ള് ബിസി. ഇവള് 8ാം ക്ലാസ്സിലെത്തിയപ്പോൾ കാവ്യ 5ലാണ് കേട്ടോ. കാവ്യ 5ലല്ലേ കാവ്യ? ഇവിടെ ഒരാളുണ്ട് അംഗൻവാടിക്കാരി. ഇതേ അവിടെ അമ്പടു നിന്ന് കളിക്കുന്നുണ്ട്. ഇതേ കുഞ്ഞാപ്പി, നിങ്ങൾ നോക്കിയേ. ഹായ് ഹായ്, ആരെന്നാ പറയാ? ഹായ്, ചായ ആക്കട്ടെ. അവൻ ചായ ഉണ്ടാക്കണ. ഹായ് കൂട്ടുകാരെന്ന് എങ്ങനെ പറയാ? നമുക്ക് അമ്പുടുവിന്റെ വ്ളോഗ് കാണാം ഗൈസ്. കമ്മ ഉണ്ടാക്കുക പറയ്, ആൾക്കാരോട് പറയ എന്താ ചെയ്യണെന്ന്. ഓക്കെ ഓക്കെ കൂട്ടുകാരെ, ഞാൻ വരാം ഗൈസ്. വലിയൊരു പേരക്കഥയായിരിക്കും. കാവ്യ പറിച്ചത് ഇരിപ്പുണ്ട്. ഇത് അച്ഛന്റെ ഷട്ടോള് ആയം ചെയ്ത് തൂക്കി വെക്കുന്നുണ്ട്. അല്ല സോറി, അലക്കി തൂക്കി വെക്കുന്നുണ്ട്. അതല്ല ഒരു അയ്യോ എന്തിരി വലിയ പേരൊക്കെ നമ്മൾ അവിടെ നോക്കി പോകണ്ടല്ലോ. ആ അതെ യെസ്, ദേ ഇരിക്കുന്നൊരു പേരൊക്കെ കണ്ട ഗൈസ്. ഇത് പറിക്കാൻ പൊന്നു. നീ എന്തുകൊണ്ട് അടിപ്പാവി പറിച്ചത്? അണ്ണാ എന്താ വെള്ളത്തിൽ കളി? ചിച്ചി വെള്ളമാണേ. ചിച്ചി വെള്ളം അതാ. സന വീഴരുത് സന. അയ്യോ വീണ്. കള്ളാണോ ഇത്? പിള്ളേർക്ക് കൊടുക്കൂലേ? ഇല്ല കള്ളാണത് ഗൈസ്, പിള്ളേർക്കൊന്നും കൊടുക്കൂല. മണ്ണാണത്? മരുന്നോ അതോ മണ്ണോ? ഗൈസ്, നമ്മുടെ പാടത്ത് പരിപാടിയൊക്കെ തുടങ്ങി, വിതയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാരും. ഇനി നമ്മുടെ പാടം മാറി പച്ചപ്പ് മൈതാനം, പച്ച വിരിച്ച. വലിയ പേരക്ക അല്ലേ? ഇത് പറിച്ചോ. എവിടെ കായ് എവിടെ? ഇങ്ങടെ മുളിക്കിറങ്ങി പോക്കറിപ്പില്ല. വാ ഇറങ്ങി വാ. പൊന്നു അതിസാഹസികമായിട്ട് എന്നാ അത് പിടി പൊന്നു, ഞാൻ പറയാം. വീഡിയോണേ ചിറപുഞ്ചി മഴ നമ്മുടെ മാറിക്ക തലവഴി വീഴും. അല്ലെങ്കിൽ ആര് കണ്ണ മാറിക്കോ തലയിൽ ഒറ്റ വഴിക്ക് വലിച്ചിടും ഞാൻ. ഒറ്റ വലിക്ക് പറിച്ചിടല്ലേ, ഞാൻ ഒറ്റ വഴിക്ക് കൈ വെച്ച് പറിക്കുന്നത് കണ്ടു. നല്ല പറിച്ചിട്ട് പക്ഷെ നമ്മള് മേളിൽ നിൽക്കുമ്പോ കണ്ട അത്രയും വലിപ്പമില്ല തോന്നല്ലേ? കൈ കത്തിയെടുത്തിട്ട് ആദ്യമൊക്കെ പേരക്ക തിന്നാൻ ഭയങ്കര കൊതിയായിരുന്നേ. അതായത് നമ്മുടെ വീട്ടില് ഇനി പറയാം, നമ്മുടെ വീട്ടിൽ പേരക്ക ഇല്ലാത്ത സമയത്ത് എവിടെയെങ്കിലൊക്കെ വീട്ടിൽ കാണുമ്പോൾ തന്നെ തിന്നാൻ ഭയങ്കര കൊതിയായിരുന്നു. പക്ഷെ നമ്മുടെ വീട്ടിൽ പേരക്ക ഉണ്ടായി കഴിഞ്ഞപ്പോ പിന്നെ ആ കൊതി അങ്ങ് മാറി. ആദ്യമൊക്കെ വല്ലവന്റെ വീട്ടിലൊക്കെ കാണുമ്പോൾ നമ്മൾ പറയേ നമ്മുടെ വീട്ടിലൊക്കെ അവര് പറിക്കാതൊക്കെ വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെയിലി പറിച്ച് അതൊന്നും ഉണ്ടാവുക തന്നെ ഇല്ലാന്ന്. പക്ഷെ നമ്മുടെ സ്വന്തം വീട്ടിൽ ഇങ്ങനെ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് ഡെയിലി പറിക്കത്തോ തിന്നത്തോ ഒന്നും ഇല്ലെന്നുള്ള ഒരു ഇത് വരുന്നത്. ഇനിയുണ്ടോ വലുത്? അല്ലെങ്കിൽ വല്ലതും കിളി വല്ലതും കൊത്തു നമുക്ക് പറിച്ചു തിന്നായിരുന്നു. പൊന്നുപ്പം എന്നാ ഇത് തിന്നിട്ട് നമുക്ക് നേരെ എവിടെ പോവാം? എന്റെ ചെടിപ്പരിപാടി, എന്റെ മുറ്റത്തിരിക്കുന്ന ഈ ചെടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാനും എടുക്കാനും എന്റെ കൂടെ അത് നിറയ്ക്കും എല്ലാത്തിനും എന്റെ കൂടെ എന്റെ വലം കൈയായിട്ട് ഇടം കൈയായിട്ടൊക്കെ നിൽക്കുന്ന ഒരാളാണ് എന്റെ പൊന്നമ്മ. കാവ്യ ചേച്ചിന് ആ സമയത്തൊന്നും കിട്ടാറില്ല.
കാവിച്ച സമയത്തൊക്കെ ബിസിയാണ്. പക്ഷെ പൊന്നുമാണ്, അല്ല സീരിയസ്ലി പൊന്നുമാണ് എൻ്റെ കൂടെ ചെടിയെല്ലാം. ഞാൻ മേടിക്കുന്ന ചെടിയൊക്കെ ഉണ്ടല്ലോ അതെല്ലാം വേറെ നമ്മൾ നല്ല ചട്ടിയിലേക്ക് മാറ്റാനും മണ്ണ് കിളയ്ക്കാനൊക്കെ സ്റ്റാർട്ടിങ്ങിൽ 35ഓളം ചട്ടി ഞങ്ങളുടെ ഒരു ഒറ്റയ്ക്കാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ ചട്ടികളൊക്കെ ഇതാക്കി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് ചില സമയത്ത് ഇരിക്കുന്ന കാണുമ്പോൾ അത് അവിടെ ഇരുന്നാൽ കൊള്ളൂല എന്നൊക്കെ തോന്നുമല്ലോ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞങ്ങൾ ചേഞ്ച് ചെയ്യും. ആ സമയത്തൊക്കെ പൊന്നമ്മയാണ് എനിക്ക് ഹെൽപ്പ് ചെയ്യാറുള്ളത്. പൊന്നമ്മ സ്കൂളിൽ വിട്ടുകൊണ്ട് തന്നെ ഹെൽപ്പ് ചെയ്യും. അല്ലെ കാവ്യ ചേച്ചി സ്കൂളിൽ വിട്ട് വന്നാൽ നേരെ എവിടെ പോകും? ട്യൂഷന് പോകുകൊണ്ട് കാവ്യലക്ഷ്മി ഉണ്ടാവാറില്ല. അങ്ങനെ പൊന്നുമാണ് കൂടാറുള്ളത്. ഇന്ന് ഞാനും കാവ്യയും പൊന്നും കൂടെ ആണ്. ഇന്ന് ഞങ്ങള് ചിലത് ഓർഡർ ചെയ്തിട്ട് വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളത് ഞങ്ങളുടെ ഒരു പോർഷനിൽ ഞങ്ങൾക്ക് ഒട്ടും ഫില്ലല്ലാതെ ഇരിപ്പുണ്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഓരോ പോർഷനിൽ നിന്ന് ഇങ്ങനെ ഫില്ല് ചെയ്യാന്ന് കരുതിയിട്ടുണ്ട്. അപ്പൊ 3 പോർഷൻ ഞങ്ങൾക്ക് ഉള്ളത്. ഈ സൈഡ്, നേരെ ഫ്രണ്ട്, ആ സൈഡ്, അങ്ങനെ 3 ഉണ്ട്. അപ്പൊ ആദ്യം ഫില്ല് ചെയ്യാന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. ആരുടെയൊക്കെ വീട്ടിൽ വെറൈറ്റി ചെടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഇൻഫോം ചെയ്യാം. നമ്മള് കുറച്ച് ചെടികൾ കേടുണ്ടെന്ന് തോന്നുന്നു. അല്ലല്ല, ഇവിടെ മാത്രമേ ഉള്ളൂ കേടല്ല, ഒരു തരം കളറ്. അടി വേണോ ചോദിക്കും പിന്നെ കാവ്യോട്? ഇല്ലടി പിന്നെ വെറുതെ പറയാടി കാവ്യ. അയ്യോ, ഞാൻ അകത്ത് ഇടുന്ന ചെരുപ്പിട്ടിട്ടാണ് പുറത്തു കൂടെ നടക്കുന്നത്, മറന്നുപോയി. പേരക്ക വേണോടി? വേണ്ടടി കറിയിക്കാതെ വെറുതെ പറയാ പൊന്ന കായ്. ആ വാ, തനക്ക് വരല്ലേ, വാമ്പിടൂ. മധുരണ്ടോ തിന്നു നോക്കട്ടെ. തനിക്കെടുത്തോ, കൊള്ളാടാ, കൊള്ളാം കഴിച്ചു. അപ്പൊ നമുക്ക് ചെടിയുടെ അടുത്ത് ഫുഡായിട്ടില്ല. ഗൈസ്, അപ്പൊ ഇതാണ് എൻ്റെ മണിമുല്ലയുടെയും പിന്നെ എന്താ നൈറ്റ് ബ്ലൂമിങ് ജാസ്മിൻ അങ്ങനെ എന്തോ ആണ് ഞാൻ കണ്ടത്. എനിക്ക് ഇതിൻ്റെ പേര് ശരിക്കും അറിയില്ല കേട്ടോ. ഈ പൂവിൻ്റെ പേരറിയുന്ന ഒരു കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ പിന്നെ ഇത് അടിയിൽ 4 എണ്ണം ഞാൻ 4 മുല്ല വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഈ 4 എണ്ണം അല്ല അതിലുള്ളൂ. ഞാൻ ഈ 2 എണ്ണം ഓരോ ചട്ടിയിൽ 2 എണ്ണം വെച്ചിട്ട് 2 4 എണ്ണം. ശരി, 4 എണ്ണം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാനിത് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പടർത്തിയേക്കാണ്. ഇങ്ങോട്ട് കേടി പടർന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് കേട്ടോ. കണ്ടോ? പിന്നെ ഈ സൈഡിലേക്ക് നമ്മളിത് ഈ ഒരു ചെടികൾ വെച്ചിട്ടുണ്ട്. ഇതിന് വലിയ വെയിലും ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ സൈഡിലേക്ക് ഇതിനെ വെച്ചേക്കാണ്. ഭയങ്കര പഞ്ഞി പോലെ ഇരിക്കുന്നു ഈ ചെടി. ഈ ചെടി ഇതേ തന്നെ വലിയ വെള്ളം വേണ്ടാന്നുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ വെച്ചു. ഇതും അതെ, വലിയ വെള്ളം ആവശ്യമില്ല. സുൽഫത്തിത്ത കുറേ നാളെ സുൽഫത്തിത്ത കുട്ടിൻ്റെ ആയിട്ട് പിന്നെ സുൽഫത്തിത്താനെ ഞങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടില്ല. അപ്പൊ പറയൂ, കുഞ്ചുസും അങ്ങനെ വീഡിയോ എടുക്കാറില്ല എന്നും കൂടെ പറയൂ. അല്ല സത്യം, ഞാൻ അങ്ങനെ അമ്പടുണ്ടായതിനു ശേഷം വളരെ കുറവാണ് വീഡിയോസ്. അതെ, സുൽഫത്തിത്താനെ കുറേ നാളെ. അത് കാരണം സലമോളുടെ പിന്നാലെയാണ് സുൽഫത്തി. എന്താണിപ്പോൾ ഇത്? അപ്പോൾ അതാ ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. കറ്റർവാഴ പിന്നെ സൈഡ് ഞങ്ങളോട് വെച്ചതേ ഉള്ളൂ. ഈ ഇങ്ങനെ 3 ചെടികളും ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഈ സൈഡാണ് നമുക്ക് ഫില്ലാവാത്തത്. കണ്ടോ? ഈ സൈഡ് എനിക്ക് ഫില്ലായിട്ടില്ല. കണ്ടോ? ഇത്രയും പോർഷൻ ഫില്ലായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഈ ഭാഗം വിട്ടോളില്ല, ഈ ഭാഗമൊക്കെ ഞങ്ങൾ ഫില്ലാക്കും. അങ്ങോട്ട് ഇറങ്ങണ്ടായിരുന്നു. ഞാൻ ഈ തെങ്ങിൻ്റെ 4 പുറത്ത് ഇങ്ങനത്തെ കുറച്ച് ചെടികൾ വെച്ച് സെറ്റാക്കാന്ന് വെച്ചിട്ട് കുറച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഈ ചട്ടി പഴയ ചട്ടി. അപ്പം അതിന് പെയിൻറ്റ് അടിച്ചിരുന്നേ. പക്ഷേ എന്താ പറയുക, മഴ വീണപ്പോൾ വെള്ളമായിട്ട് അത് അതിൻ്റെ പെയിൻറ്റ് ഇളകിപ്പോയി. അടിച്ച് തന്നെ മഴ പെയ്തു. അപ്പോൾ ഈ സൈഡ് ഇങ്ങനെ ഫുള്ള് ചെടികളുണ്ട്. കണ്ടോ? കിളി ഷപ്പ് ഞങ്ങൾ 7 കിളിയെ കണ്ട് കൊണ്ടിട്ടതാണ്. ഇപ്പോൾ ഈ സമയം കൊണ്ട് ഇതിലൊരു 10-20ഓളം കിളികളുണ്ട്. കുറേ എത്രണ്ണോ വിരിഞ്ഞിറങ്ങി. 2-3 എണ്ണം ചത്തുപോയി, പിന്നെ 2 പറന്നുപോയി, അങ്ങനെയൊക്കെ ഉണ്ടായി. ഈ ഒരു ചെടി ഞാൻ വന്നിട്ട് നമ്മളന്ന് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു മൂന്നാർ. അതിൻ്റെ വ്ളോഗ് ഞാൻ വെയിറ്റ് ചെയ്യാൻ ഇടുന്ന വ്ളോഗൊക്കെ നമ്മുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത് ഓരോരുത്തരുടെ ഇരിക്കുക. അപ്പോൾ അവിടുന്ന് കൊണ്ടുവന്ന ചെടിയാണിത്. ഇപ്പോൾ ഇത് വിരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ എക്സ്ട്രാ മൊട്ട് വരുമോ എന്ന് അറിയത്തില്ല, നോക്കണം ഇനി ഇത് പിടിക്കുമോ എന്ന് അറിയണമെങ്കിൽ. അപ്പോൾ അതാ നമ്മൾ പിന്നെ കുറച്ച് ചെടികളത് ഇവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് ചെടികൾ ഇവിടെ തൂക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ ഫില്ലാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ചെടികളൊന്നും കുറച്ച് വലിയ ചട്ടി ഇവിടെ വെച്ച് കഴിയുമ്പോൾ അതേ മുകളിൽ സെക്കൻഡിൽ റോളിൽ ഇവിടെ തൂക്കാൻ പറ്റത്തില്ല. ചട്ടിയിൽ തട്ടും. അതാരണം നമ്മൾ പക്ഷെ ഒരുമിച്ച് തൂക്കിയാൽ നമുക്ക് അതിനൊരു ഭംഗി വരത്തുള്ളൂ. പിന്നെ ഇത് നമ്മുടെ ഫിഷിങ്ങിനുള്ള പരിപാടിക്കുള്ളത് ഏട്ടൻ അന്നാക്കി വെച്ചാണ്. ഇതുവരെ ഒന്നും നടന്നിട്ടില്ല, അങ്ങനെ തന്നെ കിടക്കുന്നത്.
പിന്നെ നമ്മുടെ റോസ് നമ്മൾ കഴിഞ്ഞ സമയത്ത് അപ്പോൾ മഴവെള്ളം നല്ല രീതിയിൽ മഴയും കാറ്റും മഴയൊക്കെ ആകുമ്പോഴത്തേനത് അങ്ങ് വാടിപ്പോയി. അപ്പോൾ വാടിപ്പോയപ്പോൾ നമ്മളെടുത്ത് ഇങ്ങോട്ട് കയറ്റി വെച്ചാൽ ഞാനിത് ഇനി വാടിപ്പോയാലോ എന്ന് കരുതിയിട്ട്. പിന്നെ ഈ സൈഡ് വേറെ കുറേ ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓർത്തു എന്നാൽ ഈ സൈഡൊക്കെ ഇങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല. നല്ല വലിയ ചെമ്പരത്തി. എന്തോ ഓ മഴയില്ലേ? ആര് പറഞ്ഞു മഴയില്ലെന്ന്? അപ്പോൾ ഞങ്ങൾ ഓർത്തുന്ന വലിയ ചട്ടികളൊക്കെ ഇവിടെ നിന്ന് എടുത്ത് ആ സൈഡിലോട്ട് മാറ്റിയിട്ട് ആ ഓരോ പോർഷൻ വെച്ച് ഫില്ല് ചെയ്ത് വരാമെന്ന് കരുതിയിട്ടുണ്ട്. ഇതെന്താ ഇതിലിങ്ങനെ പുല്ലുണ്ടാവുന്നതെന്ന് അറിയത്തില്ല. ഇതേണ്ടോ പുല്ലൊക്കെ ഉണ്ടായി വെച്ചേക്കുന്നത്. എന്നാൽ എനിക്കൊന്ന് മിക്ക ദിവസം കൊണ്ട് ഞാൻ ഇതിൻ്റെ പുല്ലൊക്കെ ഞാൻ പറിച്ചിടുന്നുണ്ട്. പക്ഷെ പെട്ടെന്നാണ് പുല്ല് പിടിക്കുന്നത്. ഒത്തിരി പുല്ല് പിടിക്കുന്നുണ്ട് കേട്ടോ. ഇതിലൊക്കെ ഉണ്ടോ പുല്ല്? ഞാൻ വീട്ടിൽ പോകുമ്പോൾ കാവേനിയും പൊന്നൂനെയാണ് ഞാൻ ചെടിയൊക്കെ നനച്ച് വൃത്തിയായി സൂക്ഷിക്കാൻ ഏർപ്പാടാക്കിയിട്ടുള്ളത്. ഈ ചെടി ഇങ്ങനെ ഇതിൽ വെക്കുന്നതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഇതിൻ്റെ വളർച്ച കണ്ടിട്ട്. എന്ത് വേണ്ടത്? ജീപ്പോ എടുത്തുതരാം. കെട്ടി വെക്കണം, അതാ മടി എനിക്കിത്. അവിടെ വെച്ചേക്കോ ഞാൻ. വാ വാ വാ. ഇതിലൊന്നും ഒത്തിരി മുട്ടുണ്ടായിരുന്നു. ഓരോ ദിവസം ഓരോന്ന് വളരുന്നത്. അപ്പൊ എന്നാ നമുക്ക് സെറ്റാക്കാം. എന്റെ അച്ഛനായത് എന്റെ അച്ഛനായിട്ടാ നിന്റെ അച്ഛനായത്. കാറിലൊന്നും തിന്നെ വേണ്ട, ഞാൻ ഇതിൽ വെച്ചോളാം. അച്ഛക്ക് ഇരിക്കാൻ സ്ഥലം എന്ത്? എന്നെ ഇരുത്താൻ സ്ഥലം ഉണ്ടാകുമ്പോ വാ നമുക്ക് ചെടി വെക്കാം. അവൻ ചവിട്ടാൻ വേണ്ടി അടി പൊന്നു. ഈ മഴ കാരണമാണെന്ന് തോന്നുന്നു കേട്ടോ. ചെടിയുടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുല്ല് പെട്ടെന്ന് പുല്ല് കിളുക്കുന്നുണ്ട്. അപ്പം ഞാൻ മിക്ക ദിവസവും അതിൻ്റെ അടിയിലുള്ളത് ഞാൻ പറിച്ച് കളയും കേട്ടോ. ഞാൻ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കഴിയുമ്പോഴത്തേനും ഒന്ന് മുറ്റത്ത് വന്ന് നോക്കും എൻ്റെ ചെടികളൊക്കെ എന്താണ് അവസ്ഥ എന്നുള്ളത്. അതുപോലെ എല്ലാ ദിവസവും എനിക്ക് ജലദോഷമുണ്ട്, അതാണ് ഞാൻ ഇങ്ങനെ വലിക്കുന്നത് കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തൊക്കെ ഞാൻ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ചെടികളുടെ അടുത്ത് കൂടെ ഒക്കെ പോയി നോക്കും. ഏതെങ്കിലും ചട്ടിയിലെങ്ങാനും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം കളയും. അതുപോലെ അടിയിൽ എവിടെയെങ്കിലും ഇങ്ങനെ പുല്ലെന്തെങ്കിലും കിളുത്ത് നിൽക്കണമെങ്കിൽ അതെടുത്ത് കളയും. ഇനി ഏതെങ്കിലും കട്ട് ചെയ്ത് മാറ്റി വെക്കാനുണ്ടെങ്കിൽ അത് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടി പരിപാടികൾ. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തൊടുന്ന മുല്ലയായിരുന്നു കേട്ടോ. അതായത് 3 മാസം ആവാറായി ഇതേ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട്. ഇലയൊക്കെ ഇട്ടിട്ടുണ്ട്. വേരൊന്നും പിടിക്കാറായി കാണില്ലായിരിക്കുമല്ലേ. ഇങ്ങനെ നമ്മൾ കമ്പൊക്കെ കുത്തുന്നതിന് വേര് വരാൻ കുറച്ച് ടൈം എടുക്കും എന്ന് പറയുന്നേക്കാം. അതായത് ഇങ്ങനത്തെ ചെടികൾക്ക് കേട്ടോ, അല്ലാത്ത തണ്ട് പോലെ ഇരിക്കുന്ന ചെടികൾക്കില്ല. ഇങ്ങനത്തെ ബൊഗൈൻവില്ല അല്ലെങ്കിൽ മുല്ലയൊക്കെ നമ്മളിങ്ങനെ കുത്തിയാലും വേരൊക്കെ കിളിക്കാൻ ഇച്ചിരി ടൈം എടുക്കുന്നുണ്ട്. ഈ ചെടിയുടെ ഭംഗി എനിക്ക് ആദ്യം അറിയത്തില്ലായിരുന്നു, പക്ഷെ ഇപ്പം എനിക്കറിയാം. ഇതിൻ്റെയൊക്കെ പെയിൻറ്റ് അടിക്കണം ഇനി. പക്ഷെ ഇതെനിക്കിങ്ങനെ 3 ചട്ടിയിലായിട്ട് വെച്ച് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗൈസ്, നിങ്ങളുടെ വീട്ടിലൊക്കെ വെറൈറ്റി ചെടികളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ അടുത്തുള്ള ചെടികളാണെങ്കിലും നിങ്ങളുടെ അടുത്ത് ചെടിയൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഇൻസ്റ്റയിൽ എനിക്ക് മെസ്സേജ് അയക്കണേ. അല്ല, നിങ്ങളിങ്ങനെ കൊടുക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്, ഇഷ്ടമുള്ളവരാണെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. എന്നിട്ട് എനിക്ക് വേണമെങ്കിൽ ചെടികളൊക്കെ നിങ്ങൾക്ക് തരാം. നമ്മുടെ ചെടിവെപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കുളിച്ചു, ഫ്രഷായി. തുണികളുണ്ട്, മഴ പെയ്തപ്പോൾ ഞാൻ തുണികളൊക്കെ എടുത്ത് വെച്ചതാണ്. അപ്പോൾ കുളിച്ച് ഫ്രഷായി എല്ലാം ചെയ്തു. ഇപ്പോഴും ചെടികൾ ഞങ്ങളങ്ങനെ സെറ്റായിട്ട് കറക്റ്റ് ഓർഡറിലൊന്നും ആക്കിയിട്ടില്ല. എന്നാലും ഞങ്ങൾ കുറച്ചൊക്കെ ഇങ്ങനെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ ചെടി വന്നാലാണ് കുറച്ചും കൂടെ ഞങ്ങൾക്ക് അതൊന്ന് റെഡിയാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ എനിക്ക് ഭയങ്കര കമ്പം തുടങ്ങിയതാണ് കേട്ടോ ചെടി. അപ്പോൾ ഞാൻ എവിടെ കണ്ടാലും വാങ്ങിക്കുക, അല്ലെങ്കിൽ എവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇതാക്കാന്ന് പറയത്തില്ല, അതുപോലെയാണ്. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ചെടി വെച്ചേക്കുന്ന ജസ്റ്റ് ഒന്ന് കാണിക്കാതെ. ഞാൻ വീടിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് റോസുകളൊക്കെ സൈഡിൽ കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നല്ല മഴയും കാറ്റും ആകുമ്പോഴത്തേനും അതൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വാടി തൂങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അത് കാരണം ഞാൻ ചെടികളൊക്കെ അത് ഇവിടേക്ക് റോസുകളൊക്കെ ഈ സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. വല്ലാണ്ട് വാടി നിൽക്കുന്നുണ്ട്. അപ്പോൾ മാറ്റിയതാണ്ട് കണ്ടോ, ഈ യെല്ലോയ്ക്ക് ഒത്തിരി പൂവുണ്ട്. പക്ഷേ ശരിക്കും കാറ്റും മഴ വന്നിട്ട് അതങ്ങനെ വാടി തളർന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങോട്ട് കയറ്റി. ഇതൊക്കെ ഇന്നലെ ഇതും 4 എണ്ണം ഇന്നലെ ഉദയാച്ചൻ എനിക്ക് പുറത്തുനിന്ന് ഇവിടുന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ്. ഇതിൽ ഒത്തിരി മൊട്ടുണ്ട് കണ്ടോ, ഒത്തിരി മൊട്ടുണ്ട്. അതിന് വിരിയോന്ന് അറിയത്തില്ല. അച്ഛൻ കൊണ്ടുവന്നതിൻ്റെ പിറ്റേസമാണ് ഞാൻ വെച്ചത്. ഇതിൻ്റെ അടിയിൽ അങ്ങനെ മണ്ണില്ലാത്ത ടൈപ്പായിരുന്നു കേട്ടോ. അത് കാരണം ഇനി അതെന്താ ആവുകയെന്നൊന്നും അറിയില്ല.
പിന്നെ ഞാൻ ദാ ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പേൽ വെച്ചിട്ടുണ്ട്. ഇതുണ്ട്, ഇതിങ്ങനെ കയറുന്നിടത്ത് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഗ്യാപ്പിൽ ഒരു ചെടി കൂടെ വെക്കാനുണ്ട്. ഇത് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ആ ഗ്യാപ്പിൽ ഒരു ചെടി വെക്കണം. അപ്പോൾ ഇങ്ങനെ ഇത് കയറി വരുന്നിടത്ത് ജസ്റ്റ് ഞാനിങ്ങനെ ഇട്ടിട്ടുണ്ട്, ചെടികൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ചെടികളൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് തന്നാട്ടത്. ഇത് പിന്നെ അതുപോലെ ഇത് ഈ ഇരിക്കുന്നത് അതുവരെയൊക്കെ അതൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊരു പേജിൽ നിന്ന് അയച്ചു തന്നിട്ടുള്ളായിരുന്നു കേട്ടോ. പേജ് ഞാൻ ഇൻസ്റ്റയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവരെല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ സൈഡിൽ കൂടെ ഞാൻ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്. എനിക്ക് അതിന്ന് കുറച്ച് ചെടിയൊക്കെ അമ്പിളിച്ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ കുറച്ച് ചെടികൾ ഞാൻ പറഞ്ഞില്ല. പിന്നെ ഇവിടെ നിന്നൊക്കെ കുറേ ചെടികൾ ഞാൻ മേടിച്ചു. എനിക്കൊന്ന് ഒരുവിധമൊക്കെ ഞങ്ങൾ അമ്പിളിച്ചേട്ടൻ്റെ വീട്ടിൽ നിന്നും ഒരുവിധമൊക്കെ ഞാൻ മേടിച്ചു. ഒത്തിരി ചെടികൾ ഞാൻ മേടിച്ചിട്ടുണ്ട്. എനിക്ക് ഒത്തിരി 10-50ഓളം ചെടികൾ ഞാൻ വാങ്ങുകയാണ് ചെയ്തത്. ഈ ഇരിക്കുന്ന ബൊഗേൻവില്ല തൊട്ടിട്ട് ഇതെല്ലാം ഞാൻ വാങ്ങിയതാണ് ഈ ചെടികൾ. ഈ ഇരിക്കുന്നതൊക്കെ ഉണ്ട്, ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. പിന്നെ ഈ ഇരിക്കുന്ന ചെടികൾ ഈ മുട്ടയൊക്കെ താമത്തിയത് അമ്പിളിച്ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു കേട്ടോ. പിന്നെ ഈ തൂക്കിട്ടേക്കുന്നതൊക്കെ ഞാനിങ്ങനെ വാങ്ങിയിട്ട് മാറ്റി വെച്ചതും അമ്പിളിച്ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊക്കെ ആയിരുന്നു. അമ്പിളിച്ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ ചെടി. പിന്നെ കഴിഞ്ഞ ഉണ്ണിക്കുട്ടിൻ്റെ വീട്ടിൽ ഇപ്പോൾ 2-3 അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ അവിടെ നിന്നുള്ളൊരു കൊച്ചിൻ്റെ വീട്ടിൽ നിന്ന് പൈസ കൊടുത്ത് മേടിച്ചാണ്. ഇതൊക്കെ അവളെനിക്ക് അഫോർഡബിൾ ആയിട്ടാണ് തന്നത്. പിന്നെ അതുപോലെ ആ സൈഡിലും കൂടെ ഞാൻ തൂക്കിയിട്ടുണ്ട്. ഈ സൈഡിൽ താഴത്തേക്ക് ആയിട്ടില്ല. ഇത് ഞാൻ അക്കയുടെ അടുത്ത് എടുത്ത് മാറ്റി ഒരു കഷ്ണം കുത്തിയതായിരുന്നു. ഇത് അപ്പിയുടെ വീട്ടിൽ നിന്നല്ല കൊണ്ടുവന്നത്. അയ്യോ ഇതിൽ വെള്ളം, ഇതിൻ്റെ അടിയിൽ ഊട്ടയുണ്ട്. പക്ഷെ അതിൻ്റെ അടിയിൽ ഊട്ടയില്ലേ? ഉണ്ടല്ലോ, ഉണ്ട്. പക്ഷെ ഇതിൻ്റെ അടിയിൽ നിന്നിട്ടും വെള്ളം നിൽക്കുന്നു. ഇപ്പം മഴ പെയ്തതാണ് ഇതിനടിയിൽ. പക്ഷെ എല്ലാ അടിയിൽ ഊട്ടയുണ്ട്, എന്നാലും വെള്ളം നിൽക്കുന്നു അതിനടിയിൽ. ഒന്നുകൂടെ കുത്തി കൊടുക്കണം. ഒന്ന് വേര് പിടിച്ച് കറക്റ്റായിട്ട് വരുമ്പോഴത്തേനത് വെള്ളം തിന്നും തോന്നുന്നത്. ഇതിനകത്തും വെള്ളം നിൽക്കുന്നുണ്ടോ? പക്ഷെ ഇതിനടിയിലൊക്കെ ഇതിപ്പോൾ പെയ്ത മഴയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേനും വെള്ളം പോകുമായിരിക്കും. ഇത് എല്ലാത്തിനും വെള്ളം നിൽക്കുന്നു. ഇതിൻ്റെ അടിയിലെല്ലാം ഊട്ടയില്ലേ? കണ്ടോ, എല്ലാത്തിൻ്റെ ഇടയിലും 3-4 ഓട്ടയുള്ളതോ. ഇതിലൊക്കെ ഇങ്ങനെ വെള്ളം നിന്ന് കഴിഞ്ഞാലോ. എല്ലാത്തിലും വെള്ളമുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേനും വെള്ളമൊക്കെ അങ്ങ് പോകുമെന്ന് തോന്നുന്നു. ഇതിപ്പം ഇങ്ങ് പെയ്ത് നിന്നിട്ടുള്ളൂ മഴ. ഒരു 10 മിനിറ്റ് ആയതുള്ളൂ മഴ നിന്നിട്ട്. ഇതിൻ്റെ വീട്ടിലേക്ക് എല്ലാത്തിനും വെള്ളമാണല്ലോ. ഇത് അമ്പിളിച്ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നെയാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചെടിയാണ്. ഗൈസ്, ആരുടെയും വീട്ടിൽ ചെടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ വാങ്ങിക്കാം കേട്ടോ. എനിക്ക് എൻ്റെ ഇല്ലാത്ത ചെടികളൊക്കെയാണ് നിങ്ങളുടെ അടുത്തുള്ളതെങ്കിൽ ഞാൻ നിങ്ങളുടെ നിന്ന് മേടിക്കാം. ഈ ചെടി പോയെന്ന് തോന്നുന്നു. ഈ ചെടി പിടിച്ചില്ല. ഈ ചെടി ഒരു വളർച്ചയില്ല, ഒരു ആരോഗ്യമില്ലാതെ നിൽക്കുന്നു ഈ ചെടി. കണ്ടോ, ഇത് ചെടി കണ്ടോ? അതുണ്ടോ, ഇത് പോകുന്നു. കണ്ടോ, ഇതിൻ്റെ ഇലയൊക്കെ പോകുന്നു. ഇത് വളരും തോന്നുന്നുണ്ട് കണ്ടിട്ട്. മറ്റേ ലീഫൊക്കെ പോയി. ഇതിൽ വെള്ളമില്ല. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ചെടിയാണ്, നല്ല ഭംഗിയുള്ള ചെടിയല്ലേ. ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ചതാണ്. ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ചതാണ് 80 രൂപയ്ക്ക് അങ്ങാണ്ട്. ഇതൊക്കെ ഞാൻ ഇവിടുത്തെ മാറ്റി കുത്തിയതാണ്. എന്തോ അതെ. ഇത് അമ്പിളിച്ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഇടുന്ന ചെടിയാണ്. പക്ഷെ ഇത് വേണ്ടേ ഇപ്പോൾ ഒരുമാതിരിയായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇതൊക്കെ റെഡിയാക്കി. ചില വള്ളികളെ ഇച്ചിരി വലിപ്പം കൂടുതലാണ്. ചിലതൊക്കെ കറക്റ്റ് ഹൈറ്റ് ഒരേപോലെ കിടക്കണ്ടോ, ഒരേ ഓർഡറിൽ കിടക്കുന്നില്ല. ഇച്ചിരി വലിപ്പം കൊണ്ട് ഇതിന് ആമസോണിലല്ല മീഷോന്ന് എടുത്തതായിരുന്നേ. പക്ഷെ ഇത് കാണാൻ ഭംഗിയുണ്ട്. ചെറിയ ചട്ടിയാണ്, പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വെച്ച് അടിയിലുള്ളത് ഫുള്ള് ഈ ചട്ടി തന്നെ, ഈ ഒരു ചട്ടി തന്നെ അടിയിൽ ഫുള്ള് വെക്കാം. ഇവിടെ ചെടി വെക്കൽ ഇനി ഒരു ചട്ടി അടി തൂക്കൽ നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ചെടി തൂക്കി കഴിയുമ്പോഴത്തേന് ഈ ചട്ടി ഞാൻ ആ വലിയ ചട്ടികൾ അങ്ങോട്ട് മാറ്റാൻ തന്നെ കാര്യം. ഇവിടേക്ക് ചെറിയ ചട്ടികൾ കയറ്റി വെച്ചിട്ട് റെഡിയാക്കാമെന്നും പറഞ്ഞായിരുന്നു. ഇത് മഴയുടെ ആണോ എന്തോന്നറിയാം, ഇതൊക്കെ പോയി. പക്ഷേ ഇത് ഇനി കിളുക്കുമെന്ന് അറിയത്തില്ല. നീ മൂന്നാർന്ന് കൊണ്ടുവന്നത് ഇനി എന്താ അവസ്ഥ എന്ന് അറിയണമെങ്കിൽ, കിളുക്കുമെന്ന് അറിയണമെങ്കിൽ ഇനി അത് നോക്കണം. അങ്ങനെ അതവിടെ പോയി കിളികൾ. ഞാൻ അന്ന് കഴിഞ്ഞത് അന്നെന്ന് പറഞ്ഞു, ഞങ്ങളന്ന് മറ്റേ പെയിൻ്റ് അടിച്ചായിരുന്നില്ലേ, ആ പെയിൻ്റ് അടിച്ചതൊക്കെ അതേ മഴ കൊണ്ടിട്ട് ഒലിച്ചു പോയി കേട്ടോ. ഇനി അത് പെയിൻ്റ് അടിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് കയറ്റി വെക്കണം. ഈ ചട്ടികളിലും പെട്ടെന്ന് വെള്ളം കയറി, വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കും. അതൊന്ന് വെള്ളം അങ്ങനെ അത്ര സ്പീഡായിട്ട് പോകുന്നില്ല. എൻ്റെ മണിമുല്ലൊക്കെ അത് ഇവിടെ ഇങ്ങനെ മഴയത്തൊക്കെ കൊണ്ടിങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതേ ഒരു മുല്ല വിരിഞ്ഞ കേട്ടോ.
ഹായ്. ഈ നമ്മൾ നട്ട് പിടിപ്പിച്ച് നമ്മൾ നോക്കി ഇരുന്ന് നമ്മൾ കഷ്ടപ്പെട്ട് വെക്കുന്നതിലൊക്കെ ഓരോ പൂവുണ്ടാവുക എന്ന് പറയുമ്പോഴും നമുക്കത് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ. എനിക്ക് ആ ഒരു ഫീല് കിട്ടിയത് ഇപ്പോഴാണ് കേട്ടോ. ഞാൻ എപ്പോൾ തൊട്ടാണോ ഈ ചെടികളൊക്കെ നോക്കി തുടങ്ങിയത് അപ്പോൾ തൊട്ട് എനിക്ക് അതിലേക്ക് ഒരു പൂ ഇടുക എന്ന് പറഞ്ഞാൽ എനിക്കത് ഭയങ്കര സന്തോഷമാണ്. അതാണ് ഞാനിത് നേരത്തെ തുടങ്ങാനേന്ന് വരെ തോന്നുന്ന രീതിയിലേക്ക് എനിക്ക് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ചെടികൾ. എവിടെ പോയാലും എന്തെങ്കിലും ഒരെണ്ണെങ്കിലും കൊണ്ടുവരണം എന്നൊരു മൈൻഡ് ഉണ്ടാവില്ലേ, ആ ഒരു മൈൻഡിലാണ് ഞാനിപ്പോൾ ഓരോന്നും ചെയ്യണത്. ഞാൻ എപ്പോൾ ഞാൻ അമ്പലപ്പുഴയ്ക്ക് പോയാലും തിരിച്ച് വരുമ്പോൾ ഒരു ചെടിയെങ്കിലും ഞാൻ മേടിക്കും. ഒരു 100 രൂപയുടെ ഒരെണ്ണെങ്കിലും ഞാൻ മേടിക്കുന്ന രീതിയിലാണ് മേടിച്ചത്. കാരണം ഓരോന്നോരോന്ന് എവിടുന്നേലൊക്കെ വരുമ്പോൾ ഓരോന്നോരോന്ന് വാങ്ങിയാലും നമുക്ക് ഇങ്ങനെ കളക്ട് ചെയ്ത് വരാം. ഒറ്റ അടിക്കൊക്കെ വാങ്ങുമ്പോഴേ നമുക്ക് അയ്യോ ഒത്തിരി പൈസയ്ക്ക് മേടിച്ചാലോ എന്നൊരു തോന്നലുണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് ചെടിയുടെ ഒക്കെ പരിപാടികളിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് നേരം പോയി കിടക്കട്ടെ ഗൈസ്. അങ്ങനെ ഇൻഡോർ പ്ലാന്റ് വെക്കാൻ ഒത്തിരി സ്പേസ് ഇല്ല കേട്ടോ. എനിക്ക് കുറച്ച് സ്പേസ് കുറവാണ് സത്യത്തിൽ ഇൻഡോർ പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ഈ സൈഡിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ കുറച്ച് കയറ്റി വെച്ചേക്കാണ്. കണ്ടോ, ഈ സൈഡിലാക്കിയിട്ടൊക്കെ. എന്നാലും ജസ്റ്റ് വെള്ളം തെറിക്കുന്നുണ്ട്. വെള്ളം ഇതിനൊന്നും ഒട്ടും ഒരുപാട് വെള്ളം വേണ്ടത് ചീഞ്ഞ് പോവും. കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ സൈഡിലോട്ട് വെച്ചിട്ട് ചീഞ്ഞ് പോയി. പക്ഷെ ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചപ്പോൾ ഇതുണ്ട് ഈ മുട്ട എല്ലാം വിരിഞ്ഞ് പൂവാവുന്നുണ്ട്. ഇത് കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇവിടെ ഒരു ഷീറ്റ് അടിക്കണം, ചെറുതായിട്ട് നീളത്തിലൊരു ഷീറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടെ നമുക്ക് ഇവിടേക്ക് ഇത് കിട്ടും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു പ്ലാനിലാണ്. അങ്ങനെ ആ പ്ലാൻ നല്ലതല്ലേ വിഷ്ണേട്ടാ? മഴ പെയ്തപ്പോൾ തുണികളെല്ലാം കൂടെ അങ്ങോട്ട് കയറ്റി വെച്ചായിരുന്നു. അമ്പടോ എന്താ എടുക്കുന്നത്? ചായയിൽ മുക്കിയാണ് തിന്നുന്നതാ? ഇതേ കാലത്ത് എല്ലാ ദിവസം ഞാനും അമ്പടൊക്കെ ചായ കുടിക്കുകയാണ്. അല്ലേ അമ്പടോ? ചായ ഇല്ല, കോഫി. ഇത് വിത്തൗട്ട് ഷുഗറാണ് കേട്ടോ. ഇതിൽ ഞാൻ ഷുഗർ ഇട്ടിട്ടില്ല. അമ്പുട്ടിൻ്റെ ഷുഗർ ഇട്ടിട്ടുണ്ടോ? ഇല്ലേ? ചായ മധുരം ഇല്ലേ? ആ മധുരത്തിനാ ഷുഗർ എന്ന് പറയുന്ന. അപ്പോൾ ഞങ്ങൾ കോഫി കുടിച്ചോണ്ടിരിക്കുകയാണ്. നല്ല മഴയുണ്ട്. നല്ല മഴ നിന്നു. നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം മഴ നിന്നു. എല്ലാം വിടൂ. അപ്പം ഇനി നമുക്ക് ചില പരിപാടീസൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ സർപ്രൈസിലേക്കുള്ള ദൂരം അധികമല്ല, അതുകൊണ്ട് ഞങ്ങൾ അവിടേക്ക് പോട്ടെ. സർപ്രൈസ് ഉണ്ട് ഗൈസ്, ഇത് സർപ്രൈസ് ആണ് ഗൈസ്. ഞാൻ അമ്പൂരിനെ വിസിറ്റ് ചെയ്യാൻ വന്നതാ. അപ്പോൾ ഞങ്ങളിന്ന് കാപ്പിയൊക്കെ കുടിക്കട്ടെ ഗൈസ്. അപ്പോൾ ബൈ.